എന്ത് കയറി കിടക്കണേ? പോണില്ലേ ജോലിക്ക്? 8 മണിക്ക് പോണോ? ഇവിടെ നിന്ന് ഇറങ്ങിയാലേ 9 മണിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. കുളിക്കണില്ലേ? കുളിക്കാൻ വേണ്ടി കയറി തന്നെ. ഇപ്പോഴും പെട്ടെന്ന് തളർച്ച പോലെ, പിന്നെ തലവേദനയുണ്ട്. അതെന്താ തളർച്ച പെട്ടെന്ന്? മുമ്പ് സൈറ്റ് വെച്ചതുപോലെ വന്ന്, പിന്നെ കുറച്ച് വിശ്രമിച്ചപ്പോൾ അങ്ങ് പോയി. എടാ അച്ഛനെ കുളിക്കാൻ കയറുമ്പോ പെട്ടെന്ന് ഒരു ക്ഷീണം, തളർച്ച, വിറയലുണ്ടെന്ന് ആര് പറഞ്ഞു? വിറയലില്ല അപ്പോ? വിറയലൊന്നുമില്ല അച്ഛാ. ബിപിയോ കൊളസ്ട്രോളോ എല്ലാം കുറഞ്ഞതല്ലായിരിക്കും. ഇതൊന്നും ചെക്ക് ചെയ്യലില്ലടാ ഇപ്പൊ. അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും അല്ലെങ്കിൽ പിന്നെ തലകറക്കൊക്കെ വരും. അമ്മാ. എന്താ ഇവിടെ ആൾക്കൂട്ടം? അച്ഛന് ഭയങ്കര തളർച്ചയെന്ന്. തളർച്ചേ? എന്തോ ചേച്ചാ? അമ്മ ഒരു ഈസി ചെറുക്കുന്നത് നല്ലതായിരിക്കും. അച്ഛൻ എണ്ണ പലഹാരം വാരി കഴിക്കലും ചായ കുറെ കുടിക്കലും അങ്ങനത്തെ കുറെ നല്ല ശീലം ഉണ്ടല്ലോ. തന്നെയാണ്. എനിക്ക് ഹാർട്ട് അറ്റാക്ക്, ഒരു ചെറിയ തളർച്ച വന്നപ്പോൾ എല്ലാം കൂടെ ഡോക്ടർമാരൊക്കെ. അത് ശരി, അപ്പൊ ചെറിയ തളർച്ചയേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് വേറെ വലിയ തളർച്ച വല്ലതായിരിക്കും. പക്ഷെ തലപൊട്ടറ വേദനയാണ്. പോണ മക്കളെ, പോയിട്ട് ഒരു ഐസ്ക്രീം വെച്ചോട്ട് വരാം കേട്ടാ. ഇനിയിപ്പോഴേ എഞ്ചിനീയർ വിളിക്കുമല്ലോ, അപ്പൊ എന്ത് ചെയ്യാ? അത് ശരി, അപ്പൊ ജോലിക്ക് പോണില്ലേ അപ്പൊ ഇന്ന്? കണ്ടാ ഒരുത്തവിടെ വയ്യ കിടക്കണ്, ഉദ്യത്തല്ലേ ജോലിക്ക് കിടന്ന് നോക്കണ്. നിനക്ക് പൈസ മാത്രം മതി, ആള് വേണ്ടടി. ഇത് കൊള്ളാം. എന്നാ പിന്നെ നിങ്ങൾ ജോലിക്ക് പോകണ്ട, പ്രശ്നം തീർന്നില്ലേ? അതങ്ങനെ എഞ്ചിനീയർ സ്ഥലത്തില്ല, 2 സൈറ്റ് ഞാൻ തന്നെ ഓടണം. പണി ഒരുപാട് പെൻഡിങ് കിടക്കണ്. അതുപോലെ കുടിശ്ശിക, ശമ്പളം കുടിശ്ശിക കൊടുക്കാണ്ട് എല്ലാം കൊടുത്ത് പകുതിനെ കൊടുത്ത് തീർക്കാൻ വേണ്ടി എഞ്ചിനീയർ ഏൽപ്പിച്ചിട്ടാണ് എഞ്ചിനീയർ പോയത്. അറിയാം. അപ്പൊ ഞാൻ പോയായിരുന്നു അങ്ങനെ. അത് കൊള്ളാം. ഇതിപ്പോ പറഞ്ഞിപ്പോ എല്ലാം എന്റെ തലയിലായി. നിങ്ങൾ ജോലിക്ക് പോകണ്ടതേ, പ്രശ്നം തീർന്നല്ലോ. അവള് വീണ്ടും തുടങ്ങണല്ലേ. നീ ഇങ്ങനെ കീഴ് കിഴക്ക് അവിടെ സംസാരിക്കാതില്ലോ. അച്ഛൻ ഒരു കാര്യം ചെയ്യ്, കുറച്ച് റെസ്റ്റ് എടുക്ക്. സമയം 8 മണിയല്ലായുള്ളൂ. അച്ഛൻ കിടന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് പതുക്കെ കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. അയ്യോ അത് ശരിയാവില്ല. അച്ഛന്റെ വയ്യെന്ന് കാര്യം വിളിച്ച് പറഞ്ഞ പോരെ? എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡെസ്പായി പോകുന്നു. എഞ്ചിനീയർ എന്നെ എല്ലാം പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ മാവേലിക്കരെ പോയില്ലേ? ഞാനേ ആ സുഷ്മ എന്ന് വിളിക്കട്ടെ. ഈ സുഷ്മയ്ക്ക് ഒരു പണിയുണ്ടെന്നേ. എനിക്ക് 10 മണിക്ക് എത്തിയാൽ മതി. അത് കണ്ട് അവളും ഇപ്പൊ 10 മണിക്ക് ശേഷമൊക്കെ എത്തണേ. എന്തെങ്കിലും ഒരു ദിവസം സാറിൻ്റെ നിന്ന് കിട്ടുമോക്ക്, എന്നാലും അവള് നിർത്തിക്കോളും. നിന്റെ MD അടുത്ത് പറഞ്ഞിട്ട് ആ സുഷമങ്ങ് പിരിച്ചുവിടാൻ പറ. അതോടെ നീ നന്നാവും. ഞാൻ വിടുന്നത് ശരിയാവില്ല. പോട്ടേട്ടാ, നിങ്ങളുടെ സമയം പോവും, എൻ്റെ സമയം പോവും. അങ്ങേർക്ക് പിന്നെ സമയത്തിനൊന്നും വിലയില്ല. എപ്പോൾ നോക്കിയാലും അവിടെ വേന ഇവിടെ വേന. അച്ഛാ, അച്ഛനൊന്നും വയ്യെങ്കിൽ അച്ഛനൊന്ന് പോകണ്ട എന്ന് പറഞ്ഞ എങ്ങനെയാ കേശു? പിന്നെ അച്ഛൻ ഇടിച്ചു പോ എന്ന് പറഞ്ഞ എങ്ങനെ? എങ്ങനെ? ഒന്നാതെ വയ്യ അടക്കിടും. ഒന്ന് പോവോ? പോയി തരുമോ? പോവാ. അടവാസി, ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ. ഇനി എഞ്ചിനീയറാണ് പ്രശ്നം. അങ്ങനെ കൂടെ ബ്ലോക്ക് ചെയ്യണം. അത് സിമൻറ്റ് കമ്പി ഇറക്കാൻ പറയണം. കറക്റ്റാ കേട്ടാ? പെട്ടെന്ന് പണി തുടങ്ങണം. ശരി. ആ സിമൻറ്റ് കമ്പി എന്താ കൊച്ചൊന്ന് എത്തി നോക്കിയടാ. ശരി. 10 മണിക്ക് പറഞ്ഞു ഞാൻ. ഓക്കെ ശരി ഓക്കെ. എന്തിനാ കിടന്ന് വിളിക്കുന്നത്? ഹലോ, എന്തിനാ കിടന്ന് വിളിക്കണത്? എടാ മണ്ട, നേരത്തെ കൊച്ചി ഇന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? എടാ എനിക്ക് ചുറ്റാളുണ്ടാ, നിനക്ക് ഇതുവരെ അറിഞ്ഞൂടെ? എടാ നീലു ഒരു 9:30 ആകുമ്പോൾ ഓഫീസിൽ പോകും. അതിനിടയ്ക്ക് നമുക്ക് എഞ്ചിനീയറെ വിളിച്ച് ബ്ലോക്ക് ചെയ്യണം. ഞാൻ ഒരു 10:00 ആകുമ്പോൾ ഇറങ്ങും. മനസ്സിലാക്കടാ കാര്യങ്ങളൊക്കെ മണ്ട. ശരി ഓക്കെ. ഇനി വിളിക്കണ്ട, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. കിഴങ്ങൻ വയ്യടാ, ഒട്ടും വയ്യടാ. ഹോസ്പിറ്റലിൽ പോണോ? വയ്യ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നാട്ടുകാരെ മൊത്തം അറിയിക്കും. എന്തോ ചെയ്ത് എനിക്ക് ചെറിയൊരു വയ്യായ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളോ? മനുഷ്യൻ പേടിച്ചു പോയി. അത്രേ ഉള്ളെന്നല്ല, വയ്യായ ഉണ്ട്. അച്ഛാ, ഇതിപ്പോ ഇന്ന് സൈറ്റിൽ പോകാൻ പറ്റൂലല്ലോ. നീ അമ്മ വിളിയടെ. നീ അമ്മ വിളിയടെ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. അമ്മ വിളി. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അച്ഛൻ എന്തായാലും ഒരു കാര്യം ചെയ്തോ, എഞ്ചിനീയറെ വിളിച്ച് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം വരത്തുള്ളൂ കേട്ടല്ലോ. ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ അത് പറ്റൂല. അത് ഉച്ചയ്ക്ക് ശേഷം വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അസുഖം കുറഞ്ഞില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റുമോ? അപ്പൊ വെറുതെ കള്ളത്തരം പറയണോ? അച്ഛന് ജോലിക്ക് പോകാൻ വയ്യാന്ന് നേരത്തെ തീരുമാനിച്ചു ജോലിക്ക് പോകാൻ വയ്യെന്ന്.
അവളെ വിളിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ വിചാരിച്ചപ്പോൾ അവളൊക്കെ തീരുമാനിച്ചു ജോലിക്ക് പോകണ്ടെന്ന്. നീരിപ്പോൾ എന്ത് ചെയ്യുന്നതിലും എനിക്ക് പോകാനും വയ്യ പോകാതിരിക്കാനും പറ്റില്ല. എന്ത് ചെയ്യും? എന്നാ പിന്നെ ഇന്ന് പോകണ്ട നോക്ക്. എവിടെയാണ് ഇത്ര ഇതിനെ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ലടി. എടി 2 സൈഡിലായിട്ട് ഇഷ്ടംപോലെ പണിക്കാരവിടെ കിടക്കല്ലേ. ആ കിടക്കല്ലേ, എന്നാ കുറച്ചിട്ട് ഇരിക്കാൻ പറ അവരോട്. എന്നെ കണ്ടുപോയി പോ പറയാം. ആ ശരി. എടിച്ചല്ലേ പണി ഒരു കാര്യം പറഞ്ഞു. ഭ്രാന്താണാ പിന്നില്ലാണ്ട്. എടി ഞാൻ പറഞ്ഞ കേള്, നീ ഒരു കാര്യം ചെയ്യ്, നീ എഞ്ചിനീയറെ വിളിച്ചിട്ട് പറ എനിക്ക് ഇന്ന് രാവിലെ അല്ല ഇന്നലെ രാത്രി മുതൽ എനിക്ക് വയ്യ, പനിച്ച് പറച്ച് കിടക്കണമെന്ന് വിളിച്ച് പറയടി. ആ അമ്മ വിളിച്ചു പറയാം, അച്ഛൻ ഒട്ടും വയ്യ, നാക്കെടുക്കാൻ പോലും വയ്യെന്ന് പറ. നാക്കെടുക്കാൻ വയ്യ, നീ കൊളാക്കടാ യാശു. ഇതെന്തോ ഞാനില്ല ഇങ്ങനെയൊന്നും പറയാൻ. ഏയ് പറ, എന്നെ കൊണ്ടൊന്നും വയ്യേട്ടാ. ഇത് പറയടി. പറയമ്മാ. എന്തൊക്കെ പറയാ പനിക്ക് വിളിച്ചത്. സാർ ഞാൻ ബാലേന്ദ്രൻ തമ്പിയുടെ വൈഫാണേ. അത് ബാലുവിന് ഇന്നലെ പെട്ടെന്ന് രാത്രി ഒന്ന് വയ്യാണ്ടായി. അപ്പോൾ ഇപ്പോൾ ഈ അതിൻ്റെ ഒരു ഇതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ വിറച്ച് കിടക്കുകയാണ്, എഴുന്നേക്കാൻ വയ്യ. ഉറക്കമാണ് കൊടുക്കാൻ പറ്റില്ല. അല്ല ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാൻ പറയാം, ഉണർന്ന് കഴിയുമ്പോഴേ അങ്ങോട്ട് വിളിക്കാൻ പറയാം. അത് മതിയോ? അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ സാർ, ശരിക്കും ഒരു കാര്യം പറഞ്ഞ് കട്ട് ചെയ്യണം, അല്ലാതെ മഹാഭാരത രാമായണം വിളമ്പാനാണ് കൂട്ടപ്പിള്ളേർ. ഞാൻ വിളിച്ച് പറയോട്ടെ ഇനി നോട്ടണമെന്നല്ലോ. ഇല്ലേ നീ എനിക്ക് വഴക്കൂടാൻ സമയം എനിക്ക് ഒട്ടും വയ്യ. പോട്. ഇപ്പോഴത്തെ സംസാരം കേട്ടിട്ട് അച്ഛന് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. പിന്നെ അച്ഛൻ്റെ സംസാര ശേഷി ഇവിടെ നിൽക്കണം അല്ലേ? പോട്. വാടേ. അയ്യോ ഇത് പോണില്ലേ? എന്താ പോട്. ഡേ കാര്യങ്ങളൊക്കെ ഓക്കെ, എഞ്ചിനീയറെ വെച്ച് ബ്ലോക്ക് ചെയ്തു. അതെ ഈ തുറവൂർ എവിടെ ആയിട്ട് വരും? 5 കിലോമീറ്റർ അകത്താ. എടാ നല്ല സ്ഥലം തന്നെ, കൃഷിയിടമൊക്കെ തന്നെ ഇടേ. അവിടെ ഗൾഫിലാ. അത് ശരി. ഞാനൊരു കാര്യം പറയാം, മീൻ പിടിക്കാം, പൊരിക്കാം, ആഹാരം കഴിക്കാം, വേറെ ഒരു പരിപാടിക്കും എന്നെ കിട്ടൂല. ജോലിയാണ് വലുത്, ജോലിക്ക് പോകണം. എൻ്റെ പൊന്നു ഇവിടെ കുറേ എണ്ണം ഉണ്ടടേ ചാര പണിക്ക് വേണ്ടി. അത് അനക്ക് ഇതൊന്നും ഈ ബാധികളൊന്നും ഇല്ലല്ലോ, ഒറ്റ തടിയില്ലേ. എൻ്റെ കുഴപ്പം വച്ച് വേടാ. ശരി വാ.